MBBS എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ജോർജിയ, ഉസ്ബെക്ക് ഒക്കെയാണ്. അപ്പം എന്തുകൊണ്ടാണ് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് റഷ്യ ചൂസ് ചെയ്തത്? ശരിയാണ്. നമ്മൾ എബ്രോഡ് പഠിക്കാനൊരു പ്ലാൻ ഇടുമ്പോൾ തന്നെ നമ്മൾ വളരെ നോർമലായിട്ട് കേൾക്കുന്ന കുറച്ച് കൺട്രീസാണ്. ഇപ്പം ജോർജിയ പറഞ്ഞ പോലെ ജോർജിയ, ഉസ്ബെക്ക്, കിർഗിസ്ഥാൻ, റഷ്യയൊക്കെ. അപ്പം അന്നേരം അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വലിയ കൺസേൺസ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പം എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി കിട്ടിയത്. ഞാൻ നോക്കിയപ്പം അഫോർഡബിൾ ഫീസാണ്. പിന്നെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള എൻ്റെ സീനിയേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ റഷ്യ പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ 6 ഇയേഴ്സ് മുന്നാണല്ലോ പോയത്. അപ്പോൾ ആ സമയത്ത് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നതും അന്നേരം ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്തിരുന്നതും റഷ്യ തന്നെയാണ്.